നൂറയെ ഇന്ന് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം വിശേഷങ്ങളെല്ലാം ചോദിക്കുകയായിരുന്നു. ആ സമയം നൂറയോട് ചോദിച്ചു, നൂറയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ് ഈ ബിഗ് ബോസ് ഹൗസിലെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും നൂറ ആദിലയെ പറഞ്ഞു. ആദിലയോടാണ് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാറുള്ളത്. മറ്റു തരത്തിലെല്ലാം ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആദിലയെ കൂടാതെ ആരാണ് ഇവിടെയുള്ള ഏറ്റവും നല്ല സുഹൃത്തെന്ന് ചോദിച്ചപ്പോൾ അനുമോളാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നൂറയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും അധികം മിസ് ചെയ്യുന്നതെന്ന്. ആ സമയം നൂറ പറഞ്ഞു, എനിക്ക് എൻ്റെ അനിയനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന്. ഫാമിലി റൗണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു. സിബ്ലിങ്സിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എത്ര ഹാപ്പി ആയിരുന്നേനെ എന്നായിരുന്നു നൂറ പറഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ അനിയനെയും അനിയത്തിമാരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പാരൻസ് അവരെ അയക്കില്ല എന്ന് അറിയാം, എങ്കിലും ഞാൻ അവർ വരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എന്നെങ്കിലും ഞാൻ എൻ്റെ പാരൻസ് സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ പോയി കാണുമെന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനിയനിക്ക് ഒരുപാട് ടോക്സിക് പാരൻസ് കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. ഓൻ്റെ താത്ത അടിപൊളിയായി ജീവിക്കുകയാണ്, സ്വന്തം കാലിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു, ബിഗ് ബോസ് പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിൽക്കുന്നു, ലൈഫും വളരെ അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലയുടെ കൂടപ്പിറപ്പായ മറവയെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിക്കുമെന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. ഐ മിസ് യു ആൻഡ് ഐ ലവ് യു അനിയ എന്നാണ് നൂറ കൺഫെഷൻ റൂമിലിരുന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായി കളിക്കുക എന്നുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് നൂറയെ പറഞ്ഞേൽപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.